അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള ഹാജിമാരെ, ഹാജമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാം ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തവർ ദുൽഹജ്ജ് 8 മിനയിലേക്ക് പുറപ്പെടും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. നാം ഉംറ കഴിഞ്ഞു, തമത്തുഇൻ്റെ സാധാരണ ജീവിതം നിർവഹിച്ചു, എന്നിട്ട് താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ലെങ്കിൽ മദീനയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവരാണെങ്കിൽ ദുൽ ഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്ത് നേരിട്ട് മിനയിലേക്ക് വരുന്നുണ്ടാവും. ഇങ്ങനെ രണ്ട് രീതിയും ആകാവുന്നതാണ്. ഇനി മറ്റ് മീഖാത്തുകളിൽ നിന്നും ഹജ്ജിലേക്ക് വരുന്നവരുണ്ടാകും. അവർ അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് എത്തിച്ചേരുകയായിരിക്കും ചെയ്യുന്നത്. ഹജ്ജ് ദിവസങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്? ഹജ്ജിൻ്റെ പൂർണ്ണത ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ 6 ദിവസങ്ങളിലാണ് ഹജ്ജ്. പിന്നെ എന്തിനാണ് ഒരു മാസവും 40 ദിവസമൊക്കെ നമ്മൾ യാത്രയാവുന്നത്? മക്കയെയും മദീനയെയും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഹജ്ജ് ദിനങ്ങൾ 6 ദിനങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അവയിൽ ഓരോന്നിനും ഓരോ പേരുണ്ട്. ദുൽഹജ്ജ് 8 തുടങ്ങിയിട്ട് ദുൽഹജ്ജ് 13 ഹജ്ജ് പൂർണ്ണമാകുന്നത്. 8, 9, 10, 11, 12, 13 6 ദിവസങ്ങളാണ്. ദുൽഹജ്ജ് 8 പേരെന്താ? യൗമു തർവിയ എന്നാണ്. ദുൽഹജ്ജ് 9 പേര് യൗമു അറഫ. ദുൽഹജ്ജ് 10 യൗമു നഹർ. പിന്നെ 11, 12, 13 അയ്യാമു തശ്രീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യൗമു തർവിയ എന്ന വാക്കിന് ചിന്തയുടെ ദിനം എന്ന് അർത്ഥം പറയാം, അന്വേഷണത്തിൻ്റെ ദിനം. പഴയ കാലത്ത് ആളുകൾ വെള്ളം തേടി കണ്ടെത്തി സംഭരിച്ചു വെക്കുന്ന ദിനം കൂടിയാണത്. യൗമു അറഫ, ആ വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിവിൻ്റെ ദിനം എന്നാണ്. യൗമു നഹർ, ബലിയുടെ ദിനം എന്നാണ് അർത്ഥം. നാട്ടിൽ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിനമായിരിക്കും ദുൽഹജ്ജ് 10 യൗമു നഹർ. അയ്യാമു തശ്രീഖ് 11, 12, 13. ആ തശ്രീഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബലി നൽകിയ മാംസം നന്നായിട്ട് നീളത്തിലൊക്കെ മുറിച്ച് എടുത്ത് അത് ഉണക്കിയെടുക്കുന്നതിനാണ് തശ്രീഖ് എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. ഇങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ 6 ദിനങ്ങൾക്കും പേര് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദുൽഹജ്ജ് 8 മിന, ദുൽഹജ്ജ് 9 അറഫ, ദുൽഹജ്ജ് 9 രാത്രി മുസ്ദലിഫ, ദുൽഹജ്ജ് 10 നമ്മൾ ജംറയിൽ കല്ലെറിയുന്ന ഇടത്തേക്ക് എത്തുന്നു. പിന്നെ അതിനുശേഷം ബലിയും മുടിയെടുക്കലും കഴിയുമെങ്കിൽ അന്ന് തന്നെ മക്കയിൽ മസ്ജിദുൽ ഹറാമിലേക്ക് വന്ന് തവാഫും സഅയും നിർവഹിച്ച് വീണ്ടും മിനയിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നെ 11, 12, 13 മിനയിൽ തന്നെ കല്ലേറുമായിട്ട് കഴിച്ചു കൂട്ടുന്നു. ഇങ്ങനെയാണ് ഹജ്ജ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. ദിവസങ്ങൾ ഇങ്ങനെയാണ് എങ്കിലും ഇനി ഒരാൾക്ക് ഒന്നുകൂടി ചുരുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, കുറച്ചുകൂടി തിരക്കുള്ള ആളാണ്, ആ അവസ്ഥയിലാണെങ്കിൽ ഫമൻ തഅജ്ജല ഫലാ ഇസ്മ അലൈ, കുറച്ചുകൂടി ധൃതിയുള്ള ആളാണെങ്കിൽ അതിലും തെറ്റൊന്നുമില്ല. അയാൾക്ക് ചില സുന്നത്തുകൾ നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ നേരിട്ട് ദുൽഹജ്ജ് 9 അറഫയിലേക്ക് എത്താണ് എങ്കിലും ഹജ്ജിൻ്റെ പൂർണ്ണതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 9 എത്തി, പിന്നെ 10 യൗമുൻ നഹർ, 11, 12 രണ്ടാമത്തെ ദിവസം അഥവാ ദുൽഹജ്ജ് 12 കല്ലേറ് നടത്തിയിട്ട് അയാൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ 4 ദിവസമായിട്ട് ഹജ്ജ് ഒന്നുകൂടി ചുരുങ്ങുന്നുണ്ട്. ചില സുന്നത്തുകൾ നഷ്ടപ്പെടുമെങ്കിലും ഹജ്ജിൻ്റെ പൂർണ്ണതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദുൽഹജ്ജ് 8 മിനയിലെത്തണം. പക്ഷേ സാധാരണഗതിയിൽ ദുൽഹജ്ജ് 7 തന്നെ വൈകുന്നേരമാകുമ്പോഴേക്ക് മിനയിലേക്കുള്ള യാത്ര തുടങ്ങും. ബസ്സുകളിൽ കയറി നമ്മൾ യാത്രയാകും. കാരണം കൂടുതൽ തിരക്കുള്ളത് കൊണ്ട് ആ നിലയ്ക്കായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്.
അങ്ങനെ മിനയിലെത്തിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 8-ന് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അവിടെ ളുഹറും അസ്റും മഗ്രിബും ഇശായും ഒക്കെ നമസ്കരിക്കാൻ. പിറ്റേന്ന് ദുൽഹജ്ജ് 9-ന് കാലത്തെ സുബ്ഹും അവിടെ തന്നെ നമസ്കരിച്ച് എന്നിട്ടാണ് നമ്മൾ അറഫയിലേക്ക് പുറപ്പെടുന്നത്. ആ രീതിയാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് 7-ന് തന്നെ മിനയിലെത്തി 8-ന് പകലിൽ തന്നെ അറഫാത്തിലേക്ക് ചിലപ്പോൾ പുറപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. ഏതായാലും മിനായിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ ആ മിനായിൽ കഴിച്ചു കൂട്ടൽ ഒരു നിർബന്ധ കർമ്മമല്ല, സുന്നത്തായ കർമ്മമാണ്. അതിൽ വീഴ്ച സംഭവിച്ചാൽ അഥവാ ഒരാൾക്ക് അന്ന് എത്താൻ കഴിഞ്ഞില്ല എന്ന അവസ്ഥയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ അയാൾക്ക് സുന്നത്ത് നഷ്ടപ്പെടും എന്നേ ഉള്ളൂ. മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ നമസ്കാരവും അതതിൻ്റെ സമയത്ത് തന്നെ ആണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ളുഹർ അസ്ർ ഇശ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ഖസ്റാക്കിയിട്ട് 2 റക്അത്ത് വീതമായിട്ട് നമസ്കരിക്കാം എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഇനി നമ്മൾ മിനായിൽ കഴിച്ചുകൂട്ടി അതിനുശേഷം ദുൽഹജ്ജ് 9-ന് അറഫാത്തിലേക്ക് എത്തിച്ചേരുകയാണല്ലോ. ദുൽഹജ്ജ് 9-ന് സൂര്യോദയത്തിന് ശേഷം ഹാജിമാർ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുന്നു. അതാണ് അതിൻ്റെ ശരിയായ രീതി. സൗകര്യപ്പെടുമെങ്കിൽ ഉച്ചവരെ നമിറ എന്ന പ്രദേശത്ത് ഇറങ്ങി താമസിക്കാം. മസ്ജിദുൻ നമിറയുണ്ട്. അവിടെ അറഫാത്തിൻ്റെ ആ ബോർഡറിൻ്റെ അകത്തായിട്ട് കഴിച്ചു കൂട്ടാം. അവിടെ ളുഹറും അസ്റും നമസ്കരിക്കലും സുന്നത്താണ്. അതിന് കഴിയാത്തവർ അറഫയിൽ തങ്ങുകയും അവിടെ വെച്ച് ളുഹറും അസ്റും നിർവഹിക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മസ്ജിദുൻ നമിറയിൽ നമസ്കരിക്കാം, അതല്ലെങ്കിൽ അറഫാത്തിൽ തന്നെ എത്തിയിട്ട് അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്യാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ളുഹറും അസ്റും ളുഹറിൻ്റെ സമയത്ത് ഒരു ബാങ്കും 2 ഇഖാമത്തുമായിട്ട് ജമ്മും ഖസ്റുമായിട്ട് നിർവഹിക്കുകയാണ് വേണ്ടത്. അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ ഇല്ല. ജമ്മും ഖസ്റുമായിട്ട് നിർവഹിക്കുമ്പോൾ പിന്നെ സുന്നത്ത് നമസ്കാരത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബാങ്ക്, എന്നിട്ട് ഇഖാമത്ത് കൊടുത്ത് ളുഹർ നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് കൊടുത്ത് അസ്ർ ഖസ്റായിട്ട് 2 റക്അത്തായിട്ട് നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണ്, അവിടെ ഹജ്ജിൻ്റെ അമീർ മസ്ജിദുൻ നമിറയിൽ വെച്ച് ഹജ്ജിൻ്റെ പ്രഭാഷണം നിർവഹിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ നിർവഹിച്ച പ്രഭാഷണത്തിൻ്റെ ആ ഒരു ചര്യ പിന്തുടർന്നുകൊണ്ട് ആണ് അവിടെ നിശ്ചയിക്കപ്പെടുന്ന ഇമാം ഹജ്ജ് പ്രഭാഷണം നിർവഹിക്കുക, അറഫ പ്രഭാഷണം നിർവഹിക്കാൻ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മം ഏതാണ്? അതാണ് അൽ വുഖൂഫ് ബി അറഫ. അറഫയിലെ നൃത്തമാണ് ഏറ്റവും പ്രധാനം. അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ളുഹർ അസ്ർ നമസ്കാരങ്ങൾക്ക് ശേഷം ആണ് അറഫയിലെ നൃത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ധാരാളം ദിക്റുകളും ദുആയുമായിട്ട് പ്രാർത്ഥനയുമായിട്ട് കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. തൽബിയത്തും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഒക്കെ ആ സന്ദർഭത്തിൽ ഏറെ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ ആ സമയത്ത് അറഫയിലെ ജബലുർ റഹ്മ എന്ന കുന്നിൻ്റെ മുകളിൽ കയറി എന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ ധാരാളം ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതിൽ സുന്നത്തുണ്ടോ? അങ്ങനെ സുന്നത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിൻ്റെ താഴെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ആ സമയത്ത് പ്രാർത്ഥിച്ചത് എന്ന് മനസ്സിലാക്കണം. അതിനാൽ അതിൽ പ്രത്യേകിച്ച് സുന്നത്തില്ല. അറഫാത്തിൽ എവിടെയായിരുന്നാലും പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. അത് അറഫയിൽ ആയിരിക്കണം എന്നതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ICUവിൽ കിടക്കുന്ന രോഗികൾ പോലും ICU സംവിധാനങ്ങളുള്ള ആംബുലൻസുകളിൽ അവിടെ വരുന്നത് കാണാം. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളിൽ ICU സംവിധാനങ്ങളൊക്കെയുള്ള ആംബുലൻസ് പോലെയുള്ള ഹെലികോപ്റ്ററുകളിൽ ഹാജിമാരെ അറഫാത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും. ആ നിലയിലെങ്കിലും അവരവിടെ കഴിച്ചു കൂട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അറഫ നഷ്ടപ്പെടുന്ന ആൾക്ക് ഹജ്ജില്ല. അറഫ എന്നത് ഹജ്ജിൻ്റെ റുക്നുകളിൽ അഥവാ പ്രായശ്ചിത്തം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കർമ്മമാണ്. അറഫ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഹജ്ജില്ല. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ വന്ന് ആ ഹജ്ജ് പൂർത്തീകരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അറഫയിൽ നിൽക്കുന്നവർക്ക്, ഹാജിമാർക്ക് സുന്നത്ത് നോമ്പ് എടുക്കാമോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് എടുത്തിട്ടില്ല. അതേസമയത്ത് അറഫ നോമ്പ് ആരാണ് അനുഷ്ഠിക്കേണ്ടത്? നാട്ടിലുള്ളവരാണ് അത് അനുഷ്ഠിക്കേണ്ടത്. ഹാജിമാർക്ക് അങ്ങനെ സുന്നത്തില്ല എന്ന് മനസ്സിലാക്കണം. അറഫയിലെ നൃത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എപ്പോഴാണ്? അസ്ർ മഗ്രിബിനുള്ള ഇടയിലുള്ള സമയമാണ് ഏറ്റവും പ്രധാനം. സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അറഫാത്തിൽ കഴിച്ചു കൂട്ടണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് അഥവാ മഗ്രിബ് ബാങ്ക് കേൾക്കുന്ന ആ സമയത്താണ് അറഫയിൽ നിന്ന് പുറപ്പെടുന്നത്. അതേസമയം നമ്മൾ മഗ്രിബ് പിന്നെ എവിടെയാണ് നമസ്കരിക്കുന്നത്? മഗ്രിബും ഇശായും ജമ്മും ഖസറുമായിട്ട് മുസ്ദലിഫയിൽ എത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ നമസ്കരിക്കുന്നത്. അറഫാത്തിലെ ഓരോ സെക്കൻഡും വളരെ പ്രധാനമാണ്. പ്രാർത്ഥനകളിൽ മുഴുകിയിട്ട് സ്വന്തം മഹ്ശറിൽ ഞാൻ എന്നെ തന്നെ സ്വയം വിചാരണ ചെയ്യുന്നു എന്ന നിലയിൽ പരിപൂർണമായും കഴിഞ്ഞുപോയ ഒരു ജീവിതം ശുദ്ധി ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനയിലും തൗബയിലും ഇസ്തിഗ്ഫാറിലുമായിട്ട് കഴിച്ചു കൂട്ടുകയാണ് ആ സന്ദർഭത്തിൽ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ആത്മവിശുദ്ധി കൈവരിക്കുവാൻ, അറഫാത്തിനെ യഥാവിധി പ്രയോജനപ്പെടുത്തുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.